നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. ബേൺലി ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. മത്സരത്തിന്റെ 79ാമത്തെ മിനിറ്റിൽ യുണൈറ്റഡിന് ആന്റണി ലീഡ് നേടിക്കൊടുത്തിരുന്നു. പക്ഷെ 87ാമത്തെ മിനിറ്റിൽ ബേൺലി സമനില പിടിച്ചെടുക്കുകയായിരുന്നു. റെലഗേഷൻ സോണിൽ ഉള്ള ടീമിനോട് പോലും വിജയിക്കാനാവാത്തതിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗിന് ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് ആരാധകരിൽ നിന്നും ഏൽക്കേണ്ടി വരുന്നത്. മത്സരത്തിന്റെ 65ാമത്തെ മിനിറ്റിലായിരുന്നു ടെൻ ഹാഗ് സൂപ്പർ താരങ്ങളായ കോബി മെയ്നു, ഹൊയ്ലുണ്ട് എന്നിവരെ പിൻവലിച്ചത്. മികച്ച പ്രകടനം നടത്തുന്ന രണ്ട് താരങ്ങളെ പിൻവലിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ആരാധകർ ടെൻ ഹാഗിനെ കൂവി വിളിച്ചിരുന്നു. ഈ വിഷയത്തിൽ പരിശീലകൻ തന്റെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. പരിക്കുകളിൽ നിന്നും സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് ഈ താരങ്ങളെ പിൻവലിച്ചത് എന്നാണ് ടെൻ ഹാഗ് പറഞ്ഞിട്ടുള്ളത്. താൻ ചെയ്തത് ശരിയായ ഒരു പ്രവൃത്തിയാണെന്നും ടെൻ ഹാഗ് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആളുകൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. 19കാരനായ മൈനു തന്റെ പ്രീമിയർ ലീഗിലെ ആദ്യ സീസണാണ് ഇപ്പോൾ കളിക്കുന്നത്. ഒരാഴ്ചയിൽ 3ാമത്തെ മത്സരമാണ് ഞങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ താരങ്ങളുടെ ഗെയിം ലോഡ് എനിക്ക് മാനേജ് ചെയ്യേണ്ടതുണ്ട്. ഹൊയ്ലുണ്ടിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് കുറച്ചധികം പരിക്കുകൾ ഈ സീസണിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാര്യത്തിലും നാം സുരക്ഷിതത്വം ഉറപ്പാക്കണം. ഈ താരങ്ങളുടെ പ്രകടനം വീക്ഷിക്കാനും അവർ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കാണാനും ആഗ്രഹിക്കുന്നവരാണ് ആരാധകർ. അത് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ എടുത്തത് ശരിയായ ഒരു തീരുമാനമാണ്. ഇതാണ് എറിക് ടെൻ ഹാഗ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സീസണിൽ വളരെ മോശം പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല പരിശീലകന്റെ താരങ്ങളുമായുള്ള ബന്ധം അത്ര മികച്ച രൂപത്തിലുമല്ല. അതുകൊണ്ട് തന്നെ ടെൻ ഹാഗിനെ മാറ്റി വേറെ ഏതെങ്കിലും പരിശീലകനെ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.